വയനാട് കോണിച്ചിറയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കടുവയെത്തി. കഴിഞ്ഞ ദിവസം ആക്രമിച്ചു കൊന്ന പശുവിനെ ഭക്ഷിക്കാനായാണ് കടുവ വീണ്ടും എത്തിയത്. വിവരങ്ങളുമായി എം കമലുണ്ട്. കമൽ, ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. ഇനി കൂടുതൽ വിവരങ്ങൾ എന്താണ്? പ്രജീഷ്, ഇന്നലെയാണ് ഇവിടെ ഈ കേണിച്ചിറയ്ക്കടുത്ത് എടക്കാട് എന്ന സ്ഥലത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ ഒരു പശുവിനെ ആക്രമിച്ച് കൊന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഈ പശുവിന്റെ ജഡം അവിടെ തന്നെ വെക്കുകയായിരുന്നു. ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ച ശേഷം ഈ പശുവിന്റെ ജഡം അവിടെ തന്നെ ഇട്ടു. കാരണം അത്തരത്തിൽ പിറ്റേന്ന കടുവ ഈ ജഡം തേടി വീണ്ടും എത്തുമെന്ന ഉറപ്പാണ്. അങ്ങനെയാണ് അവിടെ തന്നെ ഉപേക്ഷിച്ചത്. എന്തായാലും കൃത്യം 24 മണിക്കൂർ ഏതാണ്ട് പിന്നിട്ടപ്പോൾ തന്നെ കടുവ പ്രദേശത്തെത്തി ഈ കടുവയുടെ ഈ പശുവിന്റെ ജഡം ഭക്ഷിക്കാനായി എത്തുകയും ചെയ്തു. ഏതാണ്ട് ഒരു 3:45 വൈകിട്ട് കടുവയെ ഇവിടെ കണ്ടത്. പിന്നീട് കടുവ വനത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. എന്തായാലും വനംവകുപ്പ് പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കടുവയുടെ ചിത്രങ്ങൾ ലഭ്യമായ സ്ഥിതിക്ക് കടുവയെ ഐഡന്റിഫൈ ചെയ്യണം. സ്ഥിരമായി നാട്ടിലിറങ്ങുന്ന ഒരു കോൺഫ്ലിക്ട് ഉണ്ടാക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും പരിക്കോ പ്രായാധിക്യമോ കാരണം വനത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട കടുവയാണോ എന്നൊക്കെ വ്യക്തമായ ശേഷമായിരിക്കും മയക്കുവെടി വെക്കണോ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ വനംവകുപ്പ് കടക്കുക. ശരി കമൽ, വയനാട് കോണിച്ചിറയിലുള്ള ആളുകൾ ജാഗ്രത പാലിക്കണം. ജനവാസ മേഖലയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം എന്ന ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്.